നിങ്ങൾക്ക് ലൈഫിൽ 2 ഓപ്ഷൻസ് കിട്ടണം. ഒന്നില്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ കല്യാണം. ഇത് രണ്ടുപേരും ഏത് സെലക്ട് ചെയ്യും? ഡെഫിനറ്റ്ലി ജോലി. ഓക്കെ, കല്യാണം. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കല്യാണം. അയ്യോ അല്ല, ഞാൻ ജോലി എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അത് കട്ട് ചെയ്യണേ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ജോലി 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 ജോലിയാണ്, ജോലി സെലക്ട് ചെയ്യും. ഐ ചൂസ് ബോത്ത് ബിക്കോസ് ആദ്യം ജോലി വേണം, പിന്നെ കല്യാണം വേണം. കല്യാണത്തിന് മുന്നേ ശരിക്കും ജോലി വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടോ, അതോ ശരിക്കും കല്യാണം കഴിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോവാം? ഇല്ല, ജോലി വേണം. ജോലിയാണ് മസ്റ്റ്. ജോലി മസ്റ്റ് ആണ്. ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ? ജോലി ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കും. അപ്പൊ കല്യാണം എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ റിയലൈസ് ചെയ്യണം ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം വീട്ടുകാരൊക്കെ വിഷമിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുമോ, അതോ എന്താണ് അഭിപ്രായം? കല്യാണം കഴിച്ചതിന് ശേഷം ടോക്സിക് റിലേഷൻ ആണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരിക, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് കുറേ ആത്മഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ തുറന്ന് പറയുക, ഡിവോഴ്സ് ആണ് മാർഗമെങ്കിൽ ഡിവോഴ്സ് തന്നെ ആവുക. നെവർ. ഇപ്പോൾ വീട്ടുകാർ വിഷമിക്കും എന്നുള്ള രീതിയിൽ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് മൈ ലൈഫ്. അപ്പോൾ സഫർ ചെയ്ത് ഒരിക്കലും ഏതൊരു റിലേഷൻഷിപ്പിലായിരുന്നാലും നിൽക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ അപ്പോൾ എന്താണ് ഒരു ബോൾഡായിട്ട് എന്ത് ഡിസിഷൻ ആണ് അപ്പോൾ എടുക്കാൻ തോന്നുന്നത്, ഡെഫിനറ്റ്ലി അതിലായിരിക്കും പോകുന്നത്. ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പുറത്തു പോകും. സിംഗിൾ ലൈഫ് ആണെങ്കിലോ ഇപ്പൊ കല്യാണമേ കഴിക്കുന്നില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ അത് ഓക്കെയാണോ? ഓക്കെയാണ്. അതാണ് പ്രിഫർ ചെയ്യണത്, അതോ മാരീഡ് ലൈഫ് ആണോ പ്രിഫർ ചെയ്യണത്? അവസ്ഥ അനുസരിച്ചിരിക്കും, ഫ്യൂച്ചറിന്റെ അവസ്ഥ അനുസരിച്ച്. സിംഗിളായിട്ട് ജീവിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. കാരണം നമുക്കൊരു ജോലിയായി നമ്മുടെ സ്വന്തം കാലിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ജനറേഷനിൽ തന്നെ നമ്മൾ തന്നെ കാണുക, പക്ഷെ അവരെങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്, എന്നിട്ട് ഒത്തിരി ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിനെ പറ്റി എന്താ തോന്നുന്നത്? അങ്ങനത്തെ സിറ്റുവേഷൻ കേൾക്കുമ്പോഴത്തേക്ക് കല്യാണമേ വേണ്ട എന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ടോ? തോന്നിയിട്ടുണ്ട്. ഇതും ഒരു സൊസൈറ്റി ആയിരുന്നാലും എല്ലാവരുടെയും പ്രഷർ കൊണ്ടല്ലേ അവർ പിന്നെ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് ഇട്ട് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ അങ്ങനെ പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കല്യാണം വരെയാണ്, അപ്പൊ ഡൗറിയാണ് കൂടുതൽ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അത് ടോക്സിക് ആണെന്ന് അറിയുകയാണെങ്കിലോ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യോ? വീട്ടിൽ വരാൻ പറയും? എന്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്യും. കാരണം എടുക്കേണ്ട തീരുമാനം ആ സമയത്ത് എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ജീവിതം മുഴുവൻ റിഗ്രറ്റ് അടിച്ച് ജീവിക്കേണ്ടി വരും. അങ്ങനെ എന്തായാലും ഒരിക്കലും ചെയ്യൂല. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യും. അത് നല്ല പ്രശ്നമുണ്ട് സൊസൈറ്റിയുടെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ നല്ല റിലേഷൻ സെറ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ജോലിയൊന്നും വന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചു പോകുമോ? അതോ ഇല്ല, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സിംഗിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്താലും പ്രശ്നമില്ല. മേ ബി ഒരു പോയിന്റിൽ തോന്നിയേക്കാം, പക്ഷെ മെയിൻ ഇമ്പോർട്ടൻസ് കരിയറാണ്. സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് എനിക്ക് തന്നെ അറിയാം. സോ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതും അങ്ങനെ ഒരു വേറൊരു പേഴ്സന്റെ നീഡില്ല. ബട്ട് അറ്റ് സം പോയിന്റ് മേ ബി ലൈഫ് ഷെയർ ചെയ്യാൻ ഒരു പേഴ്സൺ വേണം തോന്നിയാൽ ഐ വിൽ ഡെഫിനറ്റ്ലി മാരി.